ഈ അടുത്ത് കഴിഞ്ഞ ആഴ്ചയിൽ ഉള്ളാള് മഹാനായ ഷരീഫുൽ മദനി ഉള്ളാളമി തങ്ങളുടെ മഹാന്റെ മസാറിന്റെ സമീപത്ത് വെച്ച് ഈ വിസ്ഡം വിഭാഗം ഒരു പരിപാടി നടത്തി. ആ പരിപാടിയിൽ വെച്ച് ഒരു പ്രവർത്തകൻ ചോദിക്കുകയാണ്, ഞാൻ എന്റെ വിഷയം അവസാനിപ്പിക്കുകയാണ്. ഒരു സാധാരണക്കാരനായ പ്രവർത്തകൻ ചോദിക്കുകയാണ്, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസനൻ യുഅബദ്, അല്ലാഹുവേ എന്റെ ഖബർ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു. ഈ വിഷയം ശരിക്കും മനസ്സിലാക്കണം ട്ടോ. നബി തങ്ങൾ അങ്ങനെ ദുആ ചെയ്തു, എന്റെ ഖബർ ആരാധിക്കപ്പെടുന്ന വിഗ്രഹം ആക്കരുത്. ഇവര് പറയുന്ന ആരാധന എന്താണ്? നമുക്കൊന്ന് ചൊല്ലി നോക്കിയാലോ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, അശ്റഖൽ ബദ്റു അലൈനാ فاختفت منه البدور مثل حسنك قط يا وجه السرور. വെള്ളിയാഴ്ചരാവാണ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ, അവിടുത്തെ ശഫാഅത്ത് അല്ലാഹു നമുക്ക് തരട്ടെ. ഇങ്ങനെ പറഞ്ഞാല് നമ്മൾ റസൂലുള്ളാഹിനെ ഇവിടുന്ന് വിളിച്ചു, യാ റസൂലല്ലാഹ് ومن دعا دون الإله أحدا أشرك بالله ولو محمدا. മുഹമ്മദ് നബിയെ വിളിച്ചാലും അയാൾ ശിർക്ക് ചെയ്തു, നഊദു ബില്ലാഹ്. അത് ഇബാദത്താണ് എന്നാ പറയുന്നത്. ഇനി നമ്മൾ ലളിതമായ ബുദ്ധി കൊണ്ട് ആലോചിക്കുക, അള്ളാന്റെ ഹബീബാണ് ദ്വയർന്നത്, പടച്ചോനെ ഞാൻ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുത്. ഈ ഫൈസൽ മൗലവിയോട് ആ പ്രവർത്തകൻ ചോദിക്കാണ്, അള്ളാഹു ആ ദുആ സ്വീകരിച്ചോ? റസൂലുള്ളാഹിന്റെ ദുആ സ്വീകരിച്ചിട്ടില്ല എന്ന് പറയാൻ വകുപ്പില്ല. അപ്പൊ എന്തു പറഞ്ഞു? അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പ്രവർത്തകൻ ചോദിക്കാണ്, അങ്ങനെയെങ്കിൽ വലൗ അന്നഹും ഇല്ലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹിന്റെ റൗദ ശരീഫിന്റെ മുമ്പിൽ ഞാൻ ഇസ്തിഗാസ നടത്തിയാൽ, അപ്പൊ നിങ്ങൾ പറഞ്ഞു എതിരായില്ലേ? അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇസ്തിഗാസ ഇബാദത്താണെങ്കിൽ നബി തങ്ങളെ ദുആ സ്വീകരിച്ചിട്ടില്ല എന്ന് വരൂലേ? ഇതാണ് ചോദ്യം. മറുപടി പറയണ കേൾക്കും. നബിയുടെ ഈ ദുആക്ക് അല്ലാഹു ഉത്തരം നൽകി. ആ ഉത്തരമാണ് എന്ത്? ആ ഖബറിനെ 3 മതിൽക്കെട്ടുകൾക്കുള്ളിൽ സംരക്ഷിച്ചു. നിങ്ങളെ പോലത്തെ ആളുകൾക്ക് ആ മതിലിന് പുറത്തേക്കാനേ പറ്റുള്ളൂ, ഖബറിനെ ചെല്ലാൻ കഴിയില്ല. കേൾക്കി ഉത്തരം കേൾക്കുന്നിട്ടല്ലേ ചോദ്യം ചോദിക്കാനുള്ള ആവേശത്തിന്റെ പകുതി ഉത്തരം കേൾക്കാനെങ്കിലും വേണം. അപ്പൊ നബിയുടെ ഖബറിന്റെ ഉള്ളിൽ ചെന്നുകൊണ്ട് നിർത്തകപത്ത് പാടാനും കഴിയില്ല, ആ ഖബർ തൊടാനും കഴിയില്ല, ജാറ മൂടാനും കഴിയില്ല. ഇവിടെ ഉള്ളാർക്ക് തുടങ്ങി പോയാൽ അങ്ങനെയാണോ? അല്ലല്ലോ. അദ്ദേഹം പറയുന്നത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ഖബർ ശരീഫ് 3 ചുമരുകൾക്ക് അപ്പുറത്താണ്, അതുകൊണ്ട് ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാകൂല എന്നാ പറയുന്നത്. എന്തൊരു സഫാഹത്താണ് ഇയാൾ പറയുന്നത്. അങ്ങനെ ഉണ്ടോ? ചുമരിന്റെ അപ്പുറത്താണെങ്കിൽ കുഴപ്പമില്ല, ഇപ്പുറത്താണെങ്കിൽ കുഴപ്പമാണ്. 3 ചുമര് വേണ്ട, അറബിക്കടലിന്റെ ഇപ്പുറത്ത് നിന്നിട്ട് ഞങ്ങൾ വിളിക്കാൻ, അത് ഇബാദത്താകുമോ? ഇബാദത്താണ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ ദുആ സ്വീകരിച്ചിട്ടില്ല എന്ന് നിങ്ങൾ പറയേണ്ടി വരില്ലേ? അത് ഇബാദത്ത് അല്ല, ഇസ്തിഗാസ ഇബാദത്തല്ല എന്ന് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാം, അല്ലാഹുവിന്റെ ഹബീബിന്റെ ദുആ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇസ്തിഗാസ ചെയ്യുന്നത് ഇബാദത്ത് അല്ല. നിങ്ങൾ ഇസ്തിഗാസ ഇബാദത്താണെന്ന് പറയും ചെയ്യാ, റസൂലുള്ളാഹിന്റെ ദുആ സ്വീകരിച്ചിട്ടുണ്ട് എന്നും പറയാ. അത് കടുത്ത തെറ്റിദ്ധരിപ്പിക്കലും കടുത്ത വിഡ്ഢിത്തവുമാണ്. ഈ രസം അതല്ല. ഇനി രസം എന്താന്ന് വെച്ചാല്, ഫൈസൽ മൗലവി ഇത് ഒരു പറഞ്ഞിട്ട് റെഡിയാക്കിയിട്ട് ഇങ്ങനെ നിന്നപ്പോ മാലിക് സലഫിക്ക് തോന്നി അത്ര പറഞ്ഞാ പോരാ. അതിൽ മാലിക് സലഫി നീച്ചിട്ട് പറഞ്ഞു, എനിക്ക് കുറച്ച് പറയണ്ട് എന്ന് പറഞ്ഞിട്ട് മാലിക് സലഫി പറയുന്നത്, ബഹുമാനപ്പെട്ട ഇബ്നു അബ്ദുൽ ബർ റഹിമഹുള്ളയുടെ കിതാബു തംഹീദിനെ പച്ചയായിട്ട് കട്ടുവായിക്കുന്നത് ഞാൻ ശരിക്ക് കാണിച്ചു തരാം. അദ്ദേഹം പറയട്ടെ. ഇതിന്റെ വിശദീകരണം മഹാൻ ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാഹി അലൈഹി പറഞ്ഞ ആ വാചകം ശരിക്ക് ശ്രദ്ധിക്കാം. എന്താണ് അൽ വസനു അസ്സനം? വസൻ എന്ന് പറഞ്ഞാൽ സ്വനം എന്നാണ് ഇതിന്റെ അർത്ഥം. എന്നിട്ട് അദ്ദേഹം പറയും, ലാ തജൽ ഖബരി സനമൻ, എന്റെ ഖബർ സനമാക്കരുത് എന്ന് പറഞ്ഞാൽ യുസല്ല ഇലൈഹി വയുസ്ജദു നഹവു. ആ തംഹീദ്
ഖബർ ആ തംഹീദ് ഒന്ന് കാണിച്ചു കൊടുക്കാൻ. ഇതാണ് തംഹീദ് എന്ന ആ കിതാബിന്റെ ആ പേജ്. ഇനി അദ്ദേഹത്തിന്റെ വീഡിയോ ഒരു സൈഡിൽ കൊടുക്കുക, അദ്ദേഹം വായിക്കണ കേൾക്കട്ടെ. അഥവാ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ദുൽ ബർ റളിയല്ലാഹു അൻഹുവിന്റെ കിതാബിനെ കട്ടുവായിക്കണം. എന്തിനെന്നറിയോ? ഇവരുടെ ഈ തെറ്റായ ആശയത്തെ ജനങ്ങൾക്കിടയിൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ട് കളവ് നടത്തുന്ന വളരെ ദയനീയമായ സാഹചര്യം. ഇതെന്ത് തൗഹീദാണ് കൂട്ടരെ നിങ്ങൾ പറയുന്നത്? ബാക്കി പറയട്ടെ. അത് നിസ്കരിക്കുന്ന കേന്ദ്രമാക്കി കുറച്ച് ബാക്കിന്ന് ഇദ്ദേഹം ചെയ്യുന്ന പണി എന്താ അറിയാം? ഞാൻ ആ അടിവരയിട്ട ഭാഗങ്ങൾ ശ്രദ്ധിക്കുക. ഒരു അൽ വസനു അസ്വനം, അൽ വസനു അസ്വനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താണ്? അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്. എന്റെ ഖബർ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുത്. വസനി എന്ന് പറഞ്ഞാൽ സ്വനം, വിഗ്രഹമാണ്. എന്നിട്ട് ഇദ്ദേഹം ഞാൻ അടിവരയിട്ട ഭാഗങ്ങളുണ്ടല്ലോ, അത് മനഃപൂർവ്വം ഇയാൾ കട്ട് ചെയ്തു. ഇയാൾ വായിച്ചില്ല. അവിടെ എന്താണുള്ളത്? അവിടെ വായിക്കുന്നത് ഞാൻ വായിച്ചുതരാം. വഹുവ അസ്സൂറത്തു മിൻ ദഹബിൻ കാന ഔ മിൻ ഫില്ല. സ്വർണ്ണമാകട്ടെ വെള്ളിയാകട്ടെ ഏത് രൂപമാണെങ്കിലും, ഔ ഗൈരി ദാലിക ഏത് രൂപമാണെങ്കിലും ശരി, ഔ ഗൈരി ദാലിക മിന തിംസാൽ ഏത് രൂപമാണെങ്കിലും ആരാധിക്കപ്പെടുന്ന വിഗ്രഹത്തെ കുറിച്ച് പറയാണ്. വ കുല്ലു മാ യുഅബദു മിൻ ദൂനില്ലാഹി ഫഹുവ വസനുൻ. അടിവരയിട്ട് വായിക്കണം. ഫകുല്ലു മാ യുഅബദു മിൻ ദൂനില്ലാഹി ഫഹുവ വസനുൻ. അല്ലാഹു അല്ലാതെ ഏതൊന്നിനെ ആരാധിക്കുന്നുവോ അതെല്ലാം വിഗ്രഹമാണ്. അപ്പൊ ഇസ്തിഗാസ നടത്തിയാലോ 3 ചുമരൊന്നും കണക്കില്ല. ഫൈസൽ മൗലവി ഇബ്നു അബ്ദുൽ ബറിന്റെ കിതാബ് നിങ്ങളാണ് വായിച്ചത്, പക്ഷെ അത് കട്ട് വായിക്കുകയാണ്. ഈ ഇബാറത്ത് അവിടെ വായിച്ചാൽ ഫൈസൽ മൗലവി പറഞ്ഞതും തിരുത്തപ്പെടേണ്ടി വരും. ഫൈസൽ മൗലവി പറഞ്ഞതും കളവാണ്. ഇബ്നു അബ്ദുൽ ബറിന്റെ കിതാബിൽ തട്ടിപ്പ് നടത്തുന്ന മാലിക് സലഫിയും കണക്കാണ്. നോക്ക, ബാക്കി വായിക്കട്ടെ. ബാക്കി കേന്ദ്രമാക്കി മാറ്റുക, അതല്ലെങ്കിൽ അതിന്റെ പേരെ സുജൂദ് ചെയ്യുന്ന കേന്ദ്രമാക്കുക. ഇവിടെ അദ്ദേഹം ചെയ്തത് എന്താണെന്നറിയോ? ആ ഇബാറത്ത് ഒന്നുകൂടി കാണിക്കും. ആ മുകളിലുള്ള ആ ഭാഗങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു 4-5 വരി താഴെ, ആ 4-5 വരി താഴെ അവിടെ കാണുന്നത് എന്താണ്? അവിടെ ഉള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിലേക്ക് അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുസല്ലാ ഇലൈഹി, നബി തങ്ങളുടെ ഖബറിലേക്ക് നിസ്കരിക്കലും വയുസ്ജദു നഹ്വഹു അതിന്റെ മേൽ സുജൂദ് ചെയ്യപ്പെടലും അവിടെ നിർത്തി. വയുഅബദു എന്നുള്ളത് കട്ട് ചെയ്തു. വയുഅബദു എന്നത് വായിച്ചാൽ അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു എന്തൊന്നിനെ ആരാധിക്കുന്നുവോ അത് വിഗ്രഹമാണ്. അപ്പോൾ റസൂലുള്ളാഹിന്റെ ഖബർ വിഗ്രഹമാണെന്ന് പറയേണ്ടി വരും. ലോകത്ത് ലക്ഷോപലക്ഷം ആളുകൾ അല്ലാഹുവിന്റെ ഹബീബിനോട് ഇസ്തിഗാസ നടത്തുന്നുണ്ട്. ആ ഇസ്തിഗാസ ഇബാദത്താണ് എന്ന് നിങ്ങൾ പറയുന്നത് തെറ്റാണ് എന്ന് നിങ്ങൾ വായിച്ച അതേ കിതാബിലുണ്ട്. പക്ഷേ നിങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇബാറത്ത് കട്ട് വായിക്കുകയാണ് ചെയ്തത്. ഇത് നിങ്ങളുടെ സ്ഥിരം പരിപാടിയാണ്. മഹാന്മാരായ ഇമാമുമാരുടെ കിതാബ് വായിച്ചിട്ട് തെറ്റായ അർത്ഥം പറയുക, അതിൽ കള്ളത്തരം നടത്തുക, ഇമാമുമാർ ഉദ്ദേശിക്കാത്തത് പറയുക. ഇബ്നു അബ്ദുൽ ബറിന്റെ കിതാബ് വായിച്ചിട്ട് അൽ വഹനു അസ്സനം എന്ന് വായിച്ചതിന് ശേഷം അതിനുശേഷം പറയുന്ന ഇബാറത്തുകൾ നിങ്ങൾക്ക് എതിരാണ്. ഒന്നുകൂടി ഞാൻ വായിക്കാം. വസനു എന്ന് പറഞ്ഞാൽ സ്വനമാണ്. വഹുവ സൂറത്തു മിൻ ദഹബിൻ കാന ഔ മിൻ ഫില്ലത്തിൻ ഔ ഗൈരി ദാലിക മിന തിംസാൽ വകുല്ലു മാ യുഅബദു മിൻ ദൂനില്ലാഹി ഫഹുവ വസനുൻ. അല്ലാഹു അല്ലാതെ എന്തൊന്നിലേക്ക് ആരാധന നടത്തുന്നുവോ അത് വസനാണ്. അല്ലാഹുവിന്റെ ഹബീബിലേക്ക്, അല്ലാഹുവിന്റെ പരിശുദ്ധ റൗദ ശരീഫിലേക്ക് തിരിഞ്ഞ് ഇസ്തിഗാസ നടത്തുന്നത് ഇബാദത്താണെങ്കിൽ ഹബീബിന്റെ ദുആ സ്വീകരിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരും. അത് നിങ്ങൾക്ക് പറയാൻ ധൈര്യമുണ്ടോ? നിങ്ങൾ പറഞ്ഞെന്താ ദുആ സ്വീകരിച്ചു എന്നാ പറഞ്ഞത്? റസൂലുള്ളാഹിന്റെ ദുആ സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ ഇന്ന് ലക്ഷോപലക്ഷം കോടിക്കണക്കിന് വരുന്ന സത്യവിശ്വാസികളായ സുന്നികൾ അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബി ഐദീനാ ഖല്ലത് ഹീലതുനാ എന്ന് പറയുന്നത് ഇബാദത്ത് അല്ലേ? അല്ല. തെറ്റിദ്ധരിപ്പിക്കേ നിങ്ങളെ വിടൂല. ഇമാമുമാരുടെ കിതാബ് വായിച്ചിട്ട് തെറ്റിദ്ധരിപ്പിക്കുക. ഇത് വായിച്ചിട്ട് ഒരുപാട് ഒരു 4-5 വരി താഴെ അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുസല്ലാ ഇലൈഹി അതിലേക്ക് നിസ്കരിക്കപ്പെടുന്നു. വയുസ്ജദു നഹ്വഹു അതിലേക്ക് സുജൂദ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇയാളെ വാദം എന്താ അറിയോ? ഖബർ വിഗ്രഹമാകണമെങ്കിൽ അതിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കും വേണം, അതുപോലെ അതിലേക്ക് സുജൂദ് ചെയ്യുമാണ്. അങ്ങോട്ട് സുജൂദ് ചെയ്യുന്ന ഒരു ക്ലിപ്പ് ഇട്ടിട്ട് ജനങ്ങളെ പറ്റിക്കുക. അതിന്റെ തൊട്ട് ശേഷം ഇദ്ദേഹം വായിച്ച ഞാൻ അടയാളപ്പെടുത്തിയ ആ ഭാഗം നിങ്ങൾ നോക്ക്. യുസല്ലാ ഇലൈഹി വയുസ്ജദു നഹ്വഹു വയുഅബദു. റസൂലുള്ളാഹിന്റെ ഖബർ ആരാധിക്കപ്പെടുമ്പോൾ അത് വിഗ്രഹമാകുന്നു എന്ന് രേഖപ്പെടുത്തി വെച്ചത് ഇബ്നു അബ്ദുൽ ബറാണ്. വായിച്ചത് നിങ്ങളാണ്, പക്ഷെ നിങ്ങൾ കള്ളത്തരം നടത്തി.